ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സിദ്ധാർത്ഥന്റെ വീട്ടിൽ സന്ദർശിക്കുകയാണ്. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ ആത്മഹത്യ ചെയ്ത സിദ്ധാർത്ഥന്റെ വീട്ടിൽ ഗവർണർ എത്തുകയാണ്. നേരത്തെ മന്ത്രി GR അനിൽ വീട് സന്ദർശിച്ച് മടങ്ങിയിരുന്നു. പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ വീട് സന്ദർശിക്കാനെത്തിയിരുന്നു. MM ഹസൻ, തന്നെ KC വേണുഗോപാൽ, T സിദ്ദിഖ് തുടങ്ങിയിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ നേരത്തെ എത്തിയിരുന്നു. പിന്നാലെ ഗവർണർ എത്തുന്നു. അദ്ദേഹം വീട്ടിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. SFIക്കെതിരെ അദ്ദേഹം എന്തായാലും സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. വിഷയത്തിൽ SFI പ്രതികൂട്ടിൽ നിൽക്കുന്നൊരു വിഷയം കൂടിയാണ്. ഗവർണറുടെ പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും സിദ്ധാർത്ഥന്റെ അച്ഛനെയും അമ്മയെയും കാണാനായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ അവരുടെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. നിലവിൽ സിദ്ധാർത്ഥന്റെ മരണമല്ല, ആത്മഹത്യയല്ല, അതൊരു കൊലപാതകമാണെന്നുള്ള ആരോപണം ആണ് UDFന്റെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. സിദ്ധാർത്ഥനെ കൊന്നതാണ്, ആൾക്കൂട്ട വിചാരണ നടത്തി പൈശാചികമായി കൊന്നതാണെന്നുള്ള പ്രതികരണം നേരത്തെ കോൺഗ്രസ് നേതാക്കൾ നോക്കിയുണ്ടായിരുന്നു. മുഖ്യമന്ത്രി SFIയുടെ ഈ ക്രിമിനൽ നടപടികൾക്ക് കൂട്ടുനിൽക്കുന്നു എന്നുള്ള പ്രതികരണം നേരത്തെ VD സതീശനും KC വേണുഗോപാലും ഒക്കെ ഒരുപോലെ ഉന്നയിച്ചിരുന്നു. ഇപ്പോഴിതാ സിദ്ധാർത്ഥന്റെ അച്ഛനെ കാണുകയാണ് ഗവർണർ. വീടിനകത്തേക്ക് എത്തിയിരിക്കുന്നു അദ്ദേഹം. അച്ഛനുമായി ഗവർണർ സംസാരിക്കുന്നു. എത്രയും പെട്ടെന്ന് കേസ് അന്വേഷണം നടത്തും, കർശനമായിട്ടുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന മന്ത്രി GR അനിൽ നേരത്തെ പറഞ്ഞിരുന്നു. നിലവിലിപ്പോൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് ഈ കേസ് അന്വേഷണത്തിനായി. വയനാട് SPയുടെ നേതൃത്വത്തിൽ 2 DYSPമാരൊക്കെ അന്വേഷണ സംഘത്തിലുണ്ട്. അത്തരത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. 18 പ്രതികളാണ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിപട്ടികയിലുള്ളത്. അതിൽ 10 പേർ പോലീസ് കസ്റ്റഡിയിൽ ആയിട്ടുണ്ട്. 8 പേർ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. ഇതിനൊക്കിടയിലാണിപ്പോൾ ഗവർണർ സിദ്ധാർത്ഥന്റെ വീട്ടിലേക്ക് എത്തുന്നത്. അച്ഛനെയും അമ്മയെയും കണ്ട് ആശ്വസിപ്പിക്കാനായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ ആത്മഹത്യ ചെയ്ത സിദ്ധാർത്ഥന്റെ വീട്ടിലെത്തിയിരിക്കുന്നു. കുടുംബത്തെ സന്ദർശിച്ച് കുടുംബത്തെ ആശ്വസിപ്പിക്കുകയാണ് ഗവർണർ. വലിയ പ്രതിഷേധം യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. SFI നേതാക്കളെ സംരക്ഷിക്കുകയാണ്. SFIക്കാരെ പോലീസ് കേസിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമം നടത്തുന്ന ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രതികളെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KSUവിന്റെയും ABVPയുടെയൊക്കെ നേതൃത്വത്തിൽ MSFയുടെയൊക്കെ നേതൃത്വത്തിൽ സമരം നടക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നു. ഗവർണർ അവിടെ എത്തി കുടുംബത്തെ കാണുകയാണ്, അച്ഛനെയും അമ്മയെയും കാണുകയാണ്. ജിബിൻ JB വിവരങ്ങളുമായിട്ട്. ജിബിൻ, ഗവർണർ അകത്തേക്ക് എത്തിയോ? അവർ സംസാരിക്കുകയാണോ ഇപ്പോൾ അവിടെ? ഇപ്പോൾ ഗവർണർ ഇവിടെ മരിച്ച സിദ്ധാർത്ഥന്റെ നെടുമങ്ങാടുള്ള വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവർ മുകളിലത്തെ നിലയിലുള്ള സിദ്ധാർത്ഥന്റെ അമ്മയെ കണ്ടു. ഇപ്പോൾ അവർ മുകളിലത്തെ നിലയിലുള്ള സിദ്ധാർത്ഥന്റെ അമ്മയെ കാണുന്നതിന് വേണ്ടി ഗവർണർ അങ്ങോട്ടേക്ക് അവിടെയാണ് ഗവർണർ ഇപ്പോൾ അമ്മയെ സന്ദർശിച്ചതിന് ശേഷം താഴെ സിദ്ധാർത്ഥന്റെ വീട്ടിൽ സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും താഴേക്ക് ഇറങ്ങി വരും. അവിടെ വെച്ചായിരിക്കും ഗവർണർ മാധ്യമങ്ങളെ കാണുന്നത്. ഇപ്പോൾ എന്തായാലും ഗവർണർ എത്തിച്ചേർന്ന ഉടൻ തന്നെ അദ്ദേഹം സിദ്ധാർത്ഥന്റെ അമ്മയെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് കയറിപ്പോയിട്ടുള്ളത്. ആ മുറിയിൽ മാധ്യമങ്ങൾക്കൊക്കെ തന്നെ ഇപ്പോൾ പ്രവേശനമില്ല. തൊട്ടടുത്ത നിമിഷം തന്നെ ഗവർണർ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഗവർണർ താഴേക്ക് വരും. താഴെ വന്നതിന് ശേഷം അദ്ദേഹം എന്താണ് ഗവർണറിന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗവർണറിന്റെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഗവർണറിനെ തടയുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, അതായത് ഗവർണറിനെതിരെ കരിങ്കൊടി കാണിക്കുന്നതും ഗവർണറിന് ബാനർ കിട്ടുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ മുൻപും SFIക്കെതിരെയുള്ള കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്ന ആളാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അപ്പോൾ ഇത്തരത്തിലൊരു സംഭവത്തിൽ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ SFI ആണ് സംശയനിഴലിലായിരിക്കുന്നത്. SFIക്ക് നേരെയാണ് ആരോപണങ്ങളൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ എന്തായിരിക്കും ഗവർണറിന്റെ പ്രതികരണം എന്നുള്ളതാണ് ഏറ്റവും വലിയ